നമസ്കാരം. തള്ളിമറിച്ച് വാണിജ്യ സിലിണ്ടറിന്റെ വില 3000 കടത്തി. 993 രൂപയാണ് ഈ കഴിഞ്ഞ ദിവസം കൂടിയത്. ഇനി ഗാർഹിക സിലിണ്ടറിന്റെ വിലയും കൂടും. പെട്രോൾ ഡീസൽ അധികം വൈകാതെ കൂടും. സാധാരണ വാഹനം വാങ്ങിക്കാനാണ് നമ്മളൊക്കെ ലോൺ എടുത്തിരുന്നത്. ഇനി പെട്രോളും ഡീസലും അടിക്കാൻ ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം വരും. അത് അധികം അകലെയല്ല. എന്തായാലും തൃശ്ശൂർ എടുത്ത മനുഷ്യൻ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളൊക്കെ കേട്ട് കാണും. അതായത് ഒരുപാട് ദിവസങ്ങളായില്ലേ ഞങ്ങൾ കാത്തിരിക്കുന്നു, ഇനിയും എങ്ങനെയാണ് കാത്തിരിക്കുക? അതായത് ഏതുവരെയാണ് കാത്തിരുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ തിരഞ്ഞെടുപ്പായിരുന്നു. ആ തിരഞ്ഞെടുപ്പൊന്ന് കഴിയാൻ വേണ്ടി കാത്തിരുന്നതാണ്. ഇനി അധികം വൈകാതെ 1-2 ദിവസങ്ങൾക്കകം പെട്രോൾ ഡീസൽ വില കൂടിയ വാർത്ത, അല്ലെങ്കിൽ അത് നമ്മുടെ അനുഭവത്തിൽ വരും. അതുപോലെ തന്നെ ഗാർഹിക സിലിണ്ടറിന് വില കൂട്ടിയ വാർത്ത, അതും നമ്മളൊക്കെ കേൾക്കേണ്ടി വരും, നമ്മളൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിന്റെയൊക്കെ തിക്തഫലങ്ങൾ നമ്മളൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ട ആളുകളാണ്. ഇപ്പോഴും തള്ളിയൊരു കുറവുമില്ല എന്നുള്ളതാണ്. ഈ യുദ്ധം തുടങ്ങിയ സമയത്ത്, ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധം തുടങ്ങിയ സമയത്ത് എന്ത് വന്നാലും കുഴപ്പമില്ല, ഇറാൻ തീർന്നു കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്ത് മുൻനിരയിൽ നിന്ന് പൊരുതാൻ തയ്യാറുള്ള ആളുകളായിരുന്നു. അവരെ കുറിച്ചൊന്നും ഇപ്പോൾ എവിടെയും കേൾക്കുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ചർച്ച മറ്റു ചില വഴികളിലൂടെയാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും അവരുടെ പ്രശ്നങ്ങളെ അല്ല. ഇസ്രായേലികൾക്ക് പോലും ഇല്ലാത്ത കരുതലാണ്. അവർ ഇസ്രായേലിന് വേണ്ടി യുദ്ധമുഖത്തിറങ്ങാൻ തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. ഇറാനെ തീർക്കണം എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇവിടെ ആവശ്യത്തിന് പെട്രോൾ ഉണ്ട്, ആവശ്യത്തിന് ഗ്യാസ് ഉണ്ട്, ഇല്ലാത്ത വാർത്തകൾ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ് എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം. എന്തായാലും ആ പെട്രോളും ഗ്യാസും ഒക്കെ ഇപ്പോൾ എവിടെയാണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്തിനാണ് പെട്രോളിനും ഡീസലിനും ഒക്കെ, അല്ലെങ്കിൽ ഗ്യാസിനൊക്കെ വില കൂട്ടിയത്, അല്ലെങ്കിൽ പെട്രോളിന് വില കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ് എന്നൊന്ന് വ്യക്തമാക്കിയാൽ നല്ലതാണ്. ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടുകൂടി ഹോർമുസിലൂടെ നമ്മുടെ കപ്പലുകളൊക്കെ കടന്നു പോരുന്നുണ്ട്. ആരും തടുക്കുന്നില്ല, ഒരു പ്രശ്നവുമില്ല എന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. മിത്രങ്ങളും അത് ഏറ്റുപറഞ്ഞു. അതായത് നമ്മുടെ നാവികസേനയുടെ കരുത്താണ്. ഞാൻ നാവികസേനക്ക് കരുത്തില്ല എന്നല്ല പറയുന്നത്. 56 ഇഞ്ച് കണ്ടിട്ടാണത്രേ ഈ ഹോർമൂസ് വഴി നമ്മുടെ കപ്പലുകളൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എണ്ണ ടാങ്കറുകളും അതുപോലെ തന്നെ വാതക ടാങ്കറുകളും ഒക്കെ കടന്നു പോരുന്നത്. ഇപ്പോൾ ആ 56 ഇഞ്ച് എവിടെയാണ്? നമ്മുടെ കരുതൽ പെട്രോളും അതുപോലെ തന്നെ ഗ്യാസും ഒക്കെ എവിടെയാണ്? അതൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് വില കൂട്ടുന്നത്? നിങ്ങൾ എത്രയോ ദിവസം കാത്തിരുന്നു എന്ന് പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. സംഗതി തിരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തു നിന്നതാണ് എന്ന കാര്യമൊക്കെ അറിയാം. എന്താണ് പ്രശ്നമുണ്ടായത്? കാത്തിരിക്കാൻ മാത്രം പ്രശ്നം എന്താണ് ഉണ്ടായത്? ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. എന്തായാലും ഈ മെയ് 6-ാം തീയതി രാജ്യത്ത് ഹോട്ടലുകളൊക്കെ അടച്ചിട്ട് സമരം നടത്താൻ ഒരുങ്ങുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കൊടുത്തിരുന്ന വിലക്ക് ഭക്ഷണങ്ങൾ കൊടുക്കാൻ കഴിയില്ല. ചായ, കാപ്പി, ചെറുകടികൾ, അതുപോലെ തന്നെ ചോറ്, എന്തായാലും സാധാരണ കൊടുത്തുകൊണ്ടിരുന്ന വിലക്ക് ഇനി കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് അടച്ചിടുകയാണ്. സൂചനാ പണിമുടക്കാണ്. വില കൂട്ടണം. സാധാരണക്കാരന്റെ വയറ്റത്തടിക്കുന്ന ഒരു വിലയാണ് ഇനി വരാൻ പോകുന്നത്. ഒരു ചായ കുടിക്കാമെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു ചോറ് കഴിക്കാമെന്ന് വെച്ചാൽ ഇതുവരെ കിട്ടിയ വിലക്കത് കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും വരുമാനമുണ്ടോ എന്ന് ചോദിച്ചാൽ വരുമാന മാർഗങ്ങളൊക്കെ നശിച്ച് നാറാണക്കല്ലെടുത്തു എന്നുള്ളതാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ചില പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നു. പരിഷ്കാരങ്ങളൊക്കെ നല്ലതാണ്. അതൊന്നും വേണ്ട, അല്ലെങ്കിൽ വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായമൊന്നുമില്ല. അതുപോലെ നോട്ട് നിരോധിച്ചു കള്ളപ്പണം പിടിക്കാൻ. എന്നിട്ടും കള്ളപ്പണമൊക്കെ വളരെ കൃത്യമായി എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട്. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഡിജിറ്റൽ ഇന്ത്യയുടെ കാര്യം വളരെ കഷ്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം മരിച്ചുപോയ സഹോദരിയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന തുക കിട്ടുന്നതിന് വേണ്ടി ഒരു കക്ഷി ബാങ്കിനെ സമീപിച്ചു. ബാങ്കിനെ സമീപിച്ചപ്പോൾ ഈ കക്ഷിയോട് പറഞ്ഞു മരിച്ച സഹോദരി നേരിട്ട് ഹാജരാക്കണമെന്ന്. മരിച്ച സഹോദരിയുടെ കുഴിമാന്തി അസ്ഥികൂടം തോളിലിട്ട് ഈ മനുഷ്യൻ ബാങ്കിലേക്ക് പോകുന്ന കാഴ്ച, അത് നമ്മുടെ രാജ്യത്ത് ഡിജിറ്റൽ ഇന്ത്യയിലാണ് സംഭവിച്ചത്. തള്ളിമറിക്കുന്ന ആളുകൾ ഇതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്ന് കൂടെ പറയണം. മുസ്ലിം ലീഗ് അധികാരത്തിലെത്തിയാൽ ഇവിടെ ആകെ പ്രശ്നമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചർച്ചകളെ വഴിമാറ്റി കൊണ്ടുപോവുകയാണ്. നിങ്ങൾ യാഥാർത്ഥ്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. യാഥാർത്ഥ്യം
അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ വെറുതെ ഇങ്ങനെ കാടടച്ചു വെടിവെക്കരുത്. കണ്ണടച്ചാൽ എല്ലാവർക്കും ഇരുട്ടാകും എന്നൊരു തോന്നൽ അത് നല്ലതല്ല. നിങ്ങൾക്ക് മാത്രമാണ് ഇരുട്ട്, ബാക്കിയുള്ള ആളുകളൊക്കെ കണ്ണു തുറന്നാണ് ഇരിക്കുന്നത്. ഇസ്രായേലിന് വേണ്ടി മുൻനിരയിൽ നിന്ന് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഇറാനെ തീർക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പോഴത്തെ ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഈ യുദ്ധത്തിന്റെ കെടുതികളെ പറ്റി സംസാരിക്കാൻ നമ്മുടെ ഗവൺമെന്റ് ഏത് രീതിയിലാണ് ഇടപെട്ടത്, എന്താണ് ചെയ്തത് സാധാരണക്കാരന് വേണ്ടി എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.